ഇതെന്റെ അമ്മയെ ദ്രോഹിച്ചതിന് നിനക്കുള്ള കൂലിയ. ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്ര സമയം എന്തിനാ? അതെങ്ങനെയാ ഓരോന്നിനെ എടുത്ത് തലയിൽ വെച്ചിരിക്കല്ലേ? ആ സർവന്റിന്റെ മുലപ്പാല് കുടിച്ചാ നീ വളർന്നത്, അല്ലാതെ അമൃത സേവിച്ചല്ല. അവരാ നിന്നെ കുളിപ്പിക്കുകയും മൂട്ടുകയും ഒക്കെ ചെയ്തത്, അല്ലാതെ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയല്ല. നിന്നെ പഠിപ്പിച്ചതും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും ഇപ്പൊ ജയിലിൽ കിടക്കുന്ന നമ്മുടെ അച്ഛനാ, ശിവദാസൻ. അദ്ദേഹം ചോര നീരാക്കി ഉണ്ടാക്കിയ പണം കൊണ്ടാ നീ വളർന്നതും പഠിച്ചതും ഒക്കെ. എടി, ഇപ്പൊ തലമറന്ന് എണ്ണ തേക്കാൻ മാത്രം നീ വളർന്നു. നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച നിന്റെ അമ്മ നിനക്കിപ്പോ സർവന്റ് ആയല്ലേ? നീ ചെവിയില് നുള്ളിക്കോ. രമാനിലയത്തിലെ രമാദേവി ഈ കഥ അറിഞ്ഞ, ഞാൻ വിളിച്ചു പറഞ്ഞ, നീ ഈ വീടിന് പുറത്ത്. അതുകൊണ്ട് നീ ഇപ്പൊ ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ പോവാൻ നോക്ക്. നിന്റെ കൗണ്ട് ഡൗൺ ദാ ഇവിടെ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നീയും ഈ കല്യാണിയും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുക. ഈ അംഗത്തില് നീയെ തോൽക്കൂ. കാരണം തെളിവുകളിപ്പോ എന്റെ കയ്യിലാ, എന്റെ കയ്യിലും മാത്രം. അതുകൊണ്ട് കൂടുതൽ കിടന്ന് ഞെകളിക്കാതെ വായടച്ച് മിണ്ടാതിരിക്കടി ചൂലേ. അപ്പോ ഈ കല്യാണി പോട്ടെ, വരട്ടെ? ശരിയെന്നാ. ഞാൻ രാജകുമാരി അല്ലെന്നും എന്റെ അച്ഛനാണ് ജയിലിൽ കിടക്കുന്ന ശിവദാസൻ എന്നും രമാദേവിയോട് പറയൂന്നല്ലേ അവള് പറഞ്ഞത്? എന്താടോ, എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. എനിക്ക് കുറച്ച് കാന്താരി മുളക് വേണമായിരുന്നു. കാന്താരിയോ? ഇതിലും വലിയ കാന്താരി ഇനി എവിടെ നിട്ടാനാ? ഇതാ കുഴപ്പം. അല്ല, എന്തിനിപ്പോ കാന്താരി? അതൊക്കെ പിന്നെ പറയാം. ആദ്യം കാന്താരി കിട്ടാൻ മാർഗം എന്താണെന്ന് നോക്ക്. ഇന്നലെ ചന്ദ്രാമ മാർക്കറ്റിൽ പോയപ്പോ കാന്താരി വാങ്ങുന്നുണ്ടായിരുന്നല്ലോ. അല്ല, കാര്യം പറഞ്ഞില്ല. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതെ. ഈ രാത്രിയില് ചിന്നുവിന് എന്തിനായിരിക്കും കാന്താരി? ഇനി വല്ല മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിരിക്കോ? അയ്യോ, എങ്കിൽ ഞാൻ കഴിക്കില്ല, എരിഞ്ഞ് ചാവും. ഇനി ഐശ്വര്യലക്ഷ്മി തമ്പുരാട്ടിക്ക് ഒരു സ്പെഷ്യൽ ജ്യൂസ് ഞാൻ തന്നെ ഉണ്ടാക്കി കളയാം. അല്ല, സീതയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. പക്ഷേ ആ സമയത്ത് ഇവിടെ ചന്ദ്രാമ്മ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുമായിരുന്നു. ഒരു പരിചയമില്ലാത്ത ആർക്കെങ്കിലും ശ്വാസം മുട്ടുണ്ടെന്ന് കേട്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും. ഒരാള് കൺമുമ്പിൽ ശ്വാസം കിട്ടാതെ പെടയുമ്പോഴും മനുഷ്യത്തില്ലാതെ പെരുമാറാൻ എങ്ങനെ ഇവിടെ ഉള്ളവർക്ക് പറ്റുന്നേ? സീത ഈ അവസ്ഥയിൽ കിടക്കുമ്പോ നീ എന്തിനാ ജോലിക്ക് വന്നത്? സീതയ്ക്കൊപ്പം ഇരിക്കായിരുന്നില്ലേ? അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് ഞാൻ വന്നത്. ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പൊക്കോളാം.
ചന്ദ്രമ്മ പോയി റെസ്റ്റ് എടുക്ക. ജ്യൂസൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. വേണ്ട, ഞാൻ ചെയ്തോളാം. പറ്റില്ല പറ്റില്ല, പൊക്കോ. ലക്ഷ്മി തമ്പുരാട്ടി, ഇത് നിനക്കുള്ളതാ. നീ എന്നും ഓർമ്മിക്കാൻ പാകത്തിന് സ്പെഷ്യലായിട്ട് ഈ ചിന്നു അനുജത്തി വക. വീട്ടിലെ സെർവന്റിന് വയ്യാതായാൽ ഗൃഹനാഥയായ ഞാൻ ഓടിച്ചെന്ന് നോക്കണമെന്നാണോ? ഇതെന്റെ അമ്മയെ ദ്രോഹിച്ചതിന് നിനക്കുള്ള കൂലിയ. ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്ര സമയം എന്തിനാ? അതെങ്ങനെയാ ഓരോന്നിനെ എടുത്ത് തലയിൽ വെച്ചിരിക്കല്ലേ? എന്താണ് രാജകുമാരി എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഇങ്ങനെ നോക്കുന്നേ? ദാ ജ്യൂസ്. ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞ നിനക്ക് ഇഷ്ടമുള്ള സമയത്താണോ ഓടി കൊണ്ടുവരുന്നത്?